ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. യു കെയിലുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവരവിടുന്ന് ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് കൊടുത്ത ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്യാം. മാത്രമല്ല എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കയറിയവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ കയറിയവരുണ്ടെങ്കിൽ അവരോടായിട്ട് പറയാണ്, ഞാൻ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലേക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കോൺടാക്ട് ചെയ്യാം. കാരണം നമ്മൾ വീടൊക്കെ എടുക്കുമ്പം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്ന് കോൺടാക്ട് ചെയ്യും. ഇതിനു മുൻപ് ഞാൻ പല വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലർക്കുമായിട്ട് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും എനിക്ക് എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാറുമില്ല. കാരണം പലപ്പോഴും തിരക്കിലായിരിക്കും, ഭയങ്കര ബിസി ആയിട്ടായിരിക്കും അത് കളക്ട് ചെയ്യുന്നതും അയക്കുന്നതും എല്ലാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇന്നത്തെ ഷോപ്പിങ്ങിന് എനിക്ക് കൂട്ടുള്ളത് ഇനായാണ്. ഞാനും അവളും കൂടിയാണ് പോകുന്നത്. അവൾ ഉച്ചവരെയായിരുന്നു സ്കൂളുണ്ടായത്. അതിനുശേഷം ഞാനും അവളും കൂടി ഇറങ്ങി. റമദാൻ ഡേ ആയിരുന്നു. അപ്പം കുറച്ച് ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തിട്ട് വേഗം തന്നെ തിരിച്ച് വരാനും ഉണ്ട് വീട്ടിലേക്ക്. നമുക്ക് ഈ ഷോറൂംസ് എല്ലാം തന്നെ നമ്മളെ വീട്ടിന് ചുറ്റുമായിട്ട് തന്നെയാണ് വരുന്നത്. വളരെ അടുത്തുള്ള ഡിസ്റ്റൻസിലാണ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോകാനും വരാനൊക്കെ എളുപ്പമാണ്. ആകെ ഒരു 5-7 മിനിറ്റിൻ്റെ ദൂരം അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാ ഷോറൂംസ് എല്ലാം അല്ലെങ്കിൽ പൊതുവേ അങ്ങനെയാണ്. ചെറിയൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഈസിലി ആക്സസ് ഉള്ള ലൊക്കേഷൻസാണ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ജിമ്മി മോൾ ഏരിയയിലുള്ള ഹോം സെൻറ്ററിലാണ്. അവിടെ തന്നെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഐക്യൻ്റെ വലിയൊരു ഷോറൂം ജിമ്മി മോളിന് അകത്തായിട്ടാണ് വരുന്നത്. ആ ഒരു പിന്നെ ലൊക്കേഷനിൽ തന്നെയാണ് ഹോം സെൻറ്ററും വരുന്നത്. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോറൂമാണ്. ഓസി ഹോം വരുന്നുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട്. അവിടെ ഓൾറെഡി ഒരു ഷോറൂമുണ്ട്. പിന്നെ യുണൈറ്റഡ് ഫർണിച്ചർ, അതുപോലെ ഡാന്യൂബ് ഹോം, ഇങ്ങനെ കണ്ട ഷോറൂംസ് എല്ലാം ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഏകദേശം 5-7 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക്. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെയാണെങ്കിൽ ഇപ്പം നല്ല സെയിൽ നടക്കുന്നുണ്ട്. റമദാൻ്റെ തിരക്കൊക്കെ ഉണ്ട്. ഇത് കളക്ട് ചെയ്യാൻ പോയ ഡേ നല്ല റഷായിരുന്നു കേട്ടോ. കാരണം വീക്കെൻഡ് ആയിരുന്നു തോന്നുന്നു ഞാൻ പോയത്. ആ ഒരു ടൈമിൽ നല്ല റഷ്. അതുകൊണ്ട് കാര്യമായിട്ട് ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല. എന്നിരുന്നാലും പറ്റുന്ന പോലെയൊക്കെ പിന്നെ പ്രോഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കസ്റ്റമർ അവർക്ക് ഒരു 3-4 ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3-4 ഡേയ്സിനകത്ത് ഞാൻ പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം. കാരണം എനിക്ക് അവരും കൂടി ഓൺലൈനിൽ ഉണ്ടാവണം, ഈ ഒരു ക്ലയൻറ്റും കൂടി ഓൺലൈനിൽ ഉണ്ടാവണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ പോയി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇത് ഫസ്റ്റ് തന്നെ ഡൈനിങ് സെറ്റിൻ്റെ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാധനങ്ങൾ നല്ല സെലക്റ്റഡ് ആയിട്ടുള്ളത് എന്നോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. ഒരു 2-3 ഓപ്ഷൻസ് കൊടുത്തു. അതിൽ നിന്ന് പെട്ടെന്ന് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. അവർ അവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ യു കെയിൽ. അപ്പോൾ അവർക്ക് നാട്ടിലുള്ള വീട്ടിലേക്കാണ് അവർ ഈ സാധനങ്ങളൊക്കെ, അപ്പോൾ നാട്ടിലേക്കാണ് എനിക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് യു കെയിൽ നിന്ന് അയക്കലൊന്നും പ്രാക്ടിക്കലല്ല. പിന്നെ മാത്രമല്ല അവിടെ നല്ല പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല എക്സ്പെൻസീവ് ആണെന്ന്. എനിക്ക് തോന്നുന്നത് GCCയിൽ ഏറ്റവും ചീപ്പറായിട്ട് സാധനങ്ങൾ ഈ വക ഐറ്റംസ് എല്ലാം തന്നെ കിട്ടുന്നത് നമുക്ക് UAE തന്നെയാണ്. അതും എപ്പോഴും ഈ ഹോം സെൻറ്ററിലൊക്കെ മിക്കവാറും ഓഫേഴ്സ് തന്നെയാണ്. ഡിന്നർ സെറ്റ് അവർ പറഞ്ഞത് 8 സെർവിങ്സ് ഉള്ള ഡിന്നർ സെറ്റായിരുന്നു. അതിൽ നിന്ന് ഞാൻ കാണിച്ചു കൊടുത്ത ഓപ്ഷൻസ് നിന്ന് അവർ ചൂസ് ചെയ്തത് ഈ ഒരു സെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റാണ്. കാരണം അതിൽ തന്നെ എല്ലാം വരുന്നുണ്ട്. അവിടെ 4 സെർവിങ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 6, 8, പിന്നെ 12, ഇങ്ങനെ 4 ഓപ്ഷൻസാണുള്ളത്. അതിൽ 8 സെർവിങ്സ് ഉള്ളതാണ് അവർ ചൂസ് ചെയ്തത്. ഇതാണ് ആ ഒരു ഡിന്നർ സെറ്റ്. ഇതിൽ 47 പീസസ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഈ ഒരു ജഗ് അടക്കം. അതിലേക്ക് എല്ലാം നമുക്ക് പിക്കിളിടാനുള്ള ഒരു ഇതുണ്ട്, എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അഥവാ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ആ ഒരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 6 സെർവിങ്സിൻ്റെ ഒരു ഡിന്നർ സെറ്റും കൂടി അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിത്. 699 ദിർഹംസ് വരുന്ന ഒരു ഡിന്നർ സെറ്റാണ്. പുതിയ കളക്ഷൻസിൽ പെട്ടതാണ് കേട്ടോ. ശേഷം അവർക്ക് കപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തു കൊടുക്കുകയാണ്. ഈ ഒരു ഫ്ലോറൽ കപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഭംഗിയാണ് ആ ഒരു കപ്പ് കാണാൻ. കപ്സ് അവർ 2 തരം കപ്പ് ചൂസ് ചെയ്തിട്ടുണ്ട്. 3 തരം കപ്പ്. ഈ ഒരു ഫ്ലോറൽ 3 എടുത്തു. അതുപോലെ വേറെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കപ്സിൻ്റെ 2 കളേഴ്സിലായിട്ട് 2 പീസസ് വെച്ച് എടുത്തിട്ടുണ്ട്.
പ്രൈസസ് ഓരോന്നായിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പം നിങ്ങൾക്ക് അവിടെ പ്രൈസ് കാണാൻ പറ്റുമായിരിക്കും. കണ്ടില്ലേ, 15 dirhams 12 dirhams എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന്, അതായത് കാർഗോ ടീമിന് ഹാൻഡിൽ ചെയ്യുന്നതിന് മുൻപ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി മുഴുവനായിട്ടൊന്ന് പിന്നെ അൺപാക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറ്റുന്ന പോലെ പ്രൈസസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിപ്പം ഇനി ഇതുപോലൊരു ഓർഡർ, ഞാൻ 1-2 പീസ് അല്ലെങ്കിൽ സിംഗിൾസ് അങ്ങനത്തെ ഒന്നും ഓർഡേഴ്സൊന്നും ഞാൻ എടുത്തിട്ട് നാട്ടിലേക്ക് അയക്കാനുള്ള റിസ്ക് എടുക്കാറില്ല. കാരണം അത് വലിയ ടാസ്ക്കാണ്, നമുക്കതിനെ കൊണ്ടൊരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ അതിനനുസരിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു മിനിമം 10,000 ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡറെങ്കിലും ഉണ്ടാണ്, എന്നാൽ മാത്രമേ അങ്ങനെയുള്ള ഓർഡേഴ്സേ എടുക്കുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് അവർ ചൂസ് ചെയ്ത ഫ്ലാസ്ക്. ഇത് ന്യൂ കളക്ഷൻസിലുള്ള ഐറ്റമാണ്, നല്ല ഭംഗിയുള്ള ഫ്ലാസ്ക്കാണ്. കാസ്ട്രോളിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. 2 ടൈപ്പ് ഓഫ് കാസ്ട്രോൾ, 3 ടൈപ്പ് കാസ്ട്രോൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെറ്റലിലുള്ള 2 ടൈപ്പും പിന്നെ ഒരു നോർമൽ ഫൈബറിലുള്ള വേറൊരെണ്ണവും. അങ്ങനെ 3 കാസറോൾസ് അവർ ചൂസ് ചെയ്തു. എല്ലാം നല്ല ഭംഗിയുള്ളതാണ്. ഇതിനു മുൻപ് ചെയ്ത വീഡിയോ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതായിരുന്നു. പിന്നെ കുറേ ഐറ്റംസ് എല്ലാം ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യുക ചെയ്തത്. കാരണം ഇവിടെ അതായത് അവർ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ചില ഐറ്റംസ് എല്ലാം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഓൺലൈനിലാണ് ഓർഡർ പ്ലേസ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞാൻ വന്നിരുന്നത് ഈ ഒരു ഷോറൂമിൽ. റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കലെല്ലാം ശരിക്ക് നല്ല മെനക്കെടില്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന ഭാഗത്തെല്ലാം ഇങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല ഒന്നൊരു അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നില്ല ഐറ്റംസ് എന്ന്. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, ഇതിപ്പം എല്ലാം നല്ല വൃത്തിക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് എനിക്ക് എപ്പോഴാണ് ഏത് ടൈമിൽ വന്നാലും. അപ്പോൾ പറഞ്ഞു മോർണിംഗിലുണ്ടാവും, പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ റഷ് ആയതുകൊണ്ട് മോർണിംഗിലും ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് ഞാനിതാ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരെണ്ണം അവർ ചൂസ് ചെയ്തത് ഇതിലേതോ ഒന്നാണ്, ഏതാണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിക്കാം. ഈ ഒരു ഷോറൂംസിലെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് അവിടെയുള്ള സ്റ്റാഫ്സിനെല്ലാം അത്യാവശ്യം പരിചയമുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ കാസറോൾസ് എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർക്ക് ഫ്രിഡ്ജിലുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിലുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 3 ടൈപ്സ്, 3 മോഡലിലുള്ള 3 ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു പ്രോഡക്റ്റ്. ഇത് അവരുടെ ന്യൂ കളക്ഷനിൽ വരുന്ന ഐറ്റമാണ്. നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് വീഡിയോ എടുത്തതാണ്. പുതിയ കളക്ഷനാണ്, ഇത് മുൻപ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നല്ല 2 കളേഴ്സിലാണ് ഇത് വരുന്നത്. പക്ഷേ സംഭവം എനിക്ക് തോന്നുന്നത് ഇതാണ്, നോൺ സ്റ്റിക്ക് പാനാണ്, ടെഫ്ലോൺ കോട്ടിങ്ങിലുള്ള. പ്രൈസ് വരുന്നത് 299 dirhams ആണ്. മേ ബി ഇൻ ഫ്യൂച്ചർ അത് എന്തായാലും ഒരു ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കിട്ടുമായിരിക്കും. സ്റ്റീൽ സെറ്റിൻ്റെ റിക്വയർമെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തത് ഈ ഒരു സെറ്റാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് കാണിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ബൾക്ക് സ്റ്റോക്ക് നാട്ടിലേക്ക് അയച്ച ഐറ്റം, ആ കൂട്ടത്തിൽ ഈ ഒരു സ്റ്റീൽ സെറ്റ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് അത് പറഞ്ഞപ്പം അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക ചെയ്തത്, ഗോൾഡൻ ഹാൻഡിലുള്ളത്. പിന്നെ ഈ ഒരു സെറ്റ്, ഇതും ഞാൻ മുൻപൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൈൻഡ് ഓഫ് സെറ്റ്, ഇത് സെയിം അല്ല പക്ഷേ ഇതുപോലുള്ളത്. അവർ ആ ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തതല്ലാതെ പിന്നീട് എനിക്ക് അതിൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് പീസസ് ആയിരുന്നു അത് കിട്ടിയിട്ടുണ്ടായത്. അതെല്ലാം തന്നെ സോൾഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലത്തെ ഒരു സെറ്റ് കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹോം സെൻറ്ററിൽ പുതിയ പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു ഷോറൂമിൽ ഈ ഒരു ഐറ്റം മുൻപ് കണ്ടിട്ടുണ്ടായിട്ടില്ല. മേ ബി മറ്റുള്ള ഷോറൂംസിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെറ്റ് കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായി.
ഇത് കണ്ടില്ല, ഇതും ന്യൂ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുൻപ് കാണുന്നത്. അതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട്. അതിൽ ബീച്ച് കളറാണ് അവർ ചൂസ് ചെയ്തത്. ആ ഒരു സെറ്റും അവർക്ക് വേണ്ടി എടുത്തു കൊടുത്തു. കുക്ക് വെയർ സെറ്റ് അവർക്കൊരു 4 റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണാണിത്. പിന്നെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിന്നെ ഒരു ഗ്രാനൈറ്റിൻ്റെ പാൻ ഹോം എന്നുള്ളൊരു സെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും ന്യൂ കളക്ഷനിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഇത് കാണിച്ചാൽ ആ ബീച്ച് ആൻഡ് ഗോൾഡൻ സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ്സിലിട്ടുള്ളത്, അത് 349 dirhams അല്ലേ വരുന്നത്, പുതിയ കളക്ഷൻ. ആ ഒരു പ്രൈസിന് അത് എന്തായാലും വേർത്താണ് കേട്ടോ. പ്രത്യേകിച്ച് ഗ്രാനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് അത് വേർത്തായിട്ട് തോന്നി. ഈ ഒരു കംഫർട്ടർ സെറ്റ് ഞാൻ നമ്മുടെ ബെഡ്റൂമിലേക്ക് ചൂസ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു കംഫർട്ടറാണ്. അപ്പം ഞങ്ങൾ ഇനി നേരെ പോയത് കംഫർട്ടേഴ്സിൻ്റെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ. അവർക്ക് 2 കംഫർട്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. കുറച്ച് ഓപ്ഷൻസ് കൊടുത്തതിൽ നിന്ന് അവർ ചൂസ് ചെയ്തത് ഈ 2 കംഫർട്ടേഴ്സാണ്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ പോയി നോമ്പെല്ലാം തുറന്ന് പിന്നെ തിരിച്ച് വന്നിട്ടാണ് ബാക്കിയുള്ള പർച്ചേസൊക്കെ നടത്തിയത്. മഗ്‌രിബിന് ശേഷമാണ് വീണ്ടും വന്നിട്ട് കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത പർച്ചേസിനായിട്ട് പോയത്. അങ്ങനെ വീണ്ടും ഒരു മോർണിംഗ് ടൈം, ഉച്ചൻ്റെ ടൈമാണെന്ന് തോന്നുന്നു, നേരെ ഞങ്ങൾ പോയത് പാൻ ഹോമിലാണ്. അവർക്ക് ടീ കപ്പ് സെറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് ഹോം സെൻറ്ററിലുള്ളത് കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടായില്ല. അപ്പോൾ അതിനേക്കാളും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ആദ്യം കയറി. അതായത് ഹോം സെൻറ്ററിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു പാൻ ഹോമും വരുന്നത്. അവിടെ കയറിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കിയത് ഈ ഒരു ടീ കപ്പിൻ്റെ സെറ്റാണ്. ആ ഒരു സെറ്റ് ചൂസ് ചെയ്തു. ഇതാ ഈ ഒരു കളറാണെന്ന് തോന്നുന്നു അവർ ചൂസ് ചെയ്തത്. കട്ട്ലറി സെറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. പാൻ ഹോമിലും അത്യാവശ്യം സെയിലുണ്ട് കേട്ടോ. അപ്പോൾ 48 പീസസ് വരുന്ന സെറ്റാണ് അവർ ചൂസ് ചെയ്തത്. ഇപ്പൊക്കെ സെറാമിക് ഐറ്റംസ് എല്ലാം തന്നെ, സെറാമിക് എന്നല്ല ഒരുവിധ ഐറ്റംസ് എല്ലാം തന്നെ അവർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ അവിടുന്ന് ബില്ല് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഈ ടീ കപ്പ് സെറ്റെല്ലാം അത്യാവശ്യം കംപ്ലയിൻറ്റ് എപ്പോഴും വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അവിടുന്ന് നേരെ ഞാൻ വീണ്ടും ഹോം സെൻറ്ററിലേക്ക് തന്നെ പോയി. ഫ്ലോർ മാറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു അവർക്ക് എല്ലാ ഭാഗത്തും ഇടാൻ, അതായത് ഔട്ട്ഡോറും ഇൻഡോറും എല്ലാം ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോർ മാറ്റ്സ്. അപ്പം അത് കുറച്ച് ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തു. അതിൽ ഒരെണ്ണം ഈ ഒരു പ്രോഡക്റ്റാണ് അവർ കളക്ട് ചെയ്തത് എക്സ്റ്റീരിയറിൽ ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ കാർപ്പറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് അവരുടെ ഹാള് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാളാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അവിടേക്ക് നല്ല സൈസുള്ളൊരു കാർപ്പറ്റ് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാനിത് ഈ കാർപ്പറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുന്നു. അവിടുന്ന് കുറച്ചധികം ഐറ്റംസ് അവർക്ക് കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ചൂസ് ചെയ്തു. ഇതുപോലെ വീഡിയോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് ആണ് അവർ ചൂസ് ചെയ്തത്. അവർ ഓരോ കാർപ്പറ്റിൻ്റെ മുകളിലും മെഷർമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ ബിഗ്ഗസ്റ്റ് സൈസ്, ഇപ്പോൾ ഈ കാണിക്കുന്നതല്ലാണ്ട് ഇതിനേക്കാളും ഒരു ബിഗ്ഗർ സൈസ് ഉണ്ട്. ആ സൈസിലുള്ളതാണ് അവർ ചൂസ് ചെയ്തത്. അപ്പോൾ അതവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഞാൻ അവിടെ പിന്നെ ഓർഡർ കൊടുത്തു. 2 days കഴിഞ്ഞിട്ട് പോയി കളക്ട് ചെയ്യുക ചെയ്തത്. അപ്പം ഇതായിരുന്നു അവർ ചൂസ് ചെയ്ത കാർപ്പറ്റ്. ഈ ഒരു കാർപ്പറ്റാണ് അവർ ചൂസ് ചെയ്തത് കേട്ടോ. അതിൻ്റെ സൈസ് കണ്ടില്ല, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഇതിൽ കാണിക്കുന്ന പ്രൈസ് 299. ഇതിൽ ഉള്ള ആ ഒരു സൈസിൻ്റെ പ്രൈസാണ് കേട്ടോ. ഇതിനേക്കാളും ബിഗ്ഗർ സൈസാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതിന് 500 സംതിങ് ആയിരുന്നു റേറ്റ്.
ഈ ഒരു ഡിന്നർ വെയറും അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇതിൻ്റെ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കേക്ക് സ്റ്റാൻഡ്, പിന്നെ ഹാഫ് പ്ലേറ്റ് ബൗൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത്. അതിൽ ആ ഒരു ഡിന്നറിലൊക്കെ നമുക്ക് ഐറ്റംസ് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള പ്രോഡക്റ്റാണ് അവർ ചൂസ് ചെയ്തത്. ഇത് ഞാൻ ഏതോ വീഡിയോയിൽ ഷെയർ ചെയ്തപ്പോൾ ആ ഒരു സംഭവം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ സംതിങ് സിമിലർ ആയിട്ടുള്ളത് എനിക്കിവിടെ കണ്ടപ്പോൾ ഞാനത് കളക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അന്നത്തെ പരിപാടിയും കഴിഞ്ഞു, തിരിച്ചു പോയി. വീണ്ടും ഒരു തവണയും കൂടി ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഐറ്റംസ് കളക്ട് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ നല്ല റഷായതുകൊണ്ട് എടുക്കാൻ പറ്റാത്ത വീഡിയോസ് എല്ലാം ഞാൻ ആ ഒരു ടൈമിൽ പറ്റുന്ന പോലെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റില്ല ആ ഒരു കാർപ്പറ്റൊക്കെ പോയി കളക്ട് ചെയ്തു. കാർപ്പറ്റും പിന്നെ ഡിന്നർ സെറ്റ് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. തേർഡ് ടൈമാണ് ഞാനിപ്പോൾ ഹോം സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ കളക്ട് ചെയ്തത് ഈ വക ഐറ്റംസാണ്. അതായത് ഫ്ലോർ മാറ്റ്സ്, അവർക്ക് ബാത്റൂം മാറ്റ്, പിന്നെ റൂമിലേക്ക് ഇടാനുള്ള മാറ്റ്, അങ്ങനത്തെ ഒക്കെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അത്യാവശ്യം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടാണ് തോന്നിയത്. അതിൽ നിന്ന് ഏകദേശം ഒരു 4-5 പീസസ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതും കൂടി അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഐറ്റംസാണ്. പല സൈസസിലാണുള്ളത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ ഓഫേഴ്സിലാണ്. അവർക്ക് കുറച്ച് ഡെക്കോർ ഐറ്റംസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സെക്ഷനിലേക്കാണ് നെക്സ്റ്റ് ഞാൻ പോയത്. ഡെക്കോർ ഐറ്റംസ് അത്യാവശ്യം കുറച്ച് അധികം തന്നെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർക്കിഡിൻ്റെ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ഡെക്കോർസ് അവർക്ക് അത് ഭയങ്കര ക്രേസാന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ തന്നെ ഒരു 3-4 വെറൈറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നു. സെലക്റ്റീവ് ആയിട്ടുള്ളതായിരുന്നു ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തത്. അവരതെല്ലാം തന്നെ പെട്ടെന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു മണി പ്ലാന്റിൻ്റെ കൈൻഡ് ഓഫ് ഡെക്കോർ ഉണ്ടായിരുന്നു. അതായത് നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് ഈ ഒരു സംഭവത്തിന്. അപ്പം അതും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹാങ്ങിങ് ടൈപ്പ്, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഈ ഒരു ടൈപ്പ് സംഭവങ്ങൾ. അപ്പം അതും അവർ ഒരെണ്ണം ചൂസ് ചെയ്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സിൽ വരുന്ന സംഭവങ്ങൾ, അതിൻ്റെ ഒരു 3 or 4 വെറൈറ്റീസ് അവർ ചൂസ് ചെയ്തു.
അങ്ങനെ ആ ഐറ്റംസ് എല്ലാം തന്നെ ബില്ല് ചെയ്തു. അതിനുശേഷം എനിക്ക് കളക്ട് ചെയ്യാനുള്ള ഐറ്റംസും കൂടി കളക്ട് ചെയ്തു. അവർ കളക്ട് ചെയ്യേണ്ടത് മെയിനായിട്ട് കാർപ്പറ്റായിരുന്നു. കാർപ്പറ്റ് കൊണ്ടുവന്ന് അവർ വണ്ടിയിൽ വെച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമുള്ള ആ ഒരു സൈസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അവർ ചൂസ് ചെയ്ത ആ ഒരു വലിയ കാർപ്പറ്റ്. അങ്ങനെ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തു. പിന്നെ ഒരുവിധം എല്ലാം കളക്ട് ചെയ്തു. പക്ഷേ കുറേയൊന്നും ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറ്റില്ല, നല്ല റഷാണ് ഷോറൂംസിലൊക്കെ. ആ സമയത്ത് നമുക്ക് ചില കേസിൽ വീഡിയോസ് ഇങ്ങനെ ഫോണും പിടിച്ചിട്ട് വീഡിയോ എടുത്ത് നടക്കാമെന്ന് വെച്ചാൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ എന്തായാലും ആ ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ ഇതാ വീട്ടിലേക്ക് വന്നിട്ട് അതൊക്കെ ഒന്ന് ഹാളിൽ ഇതാ ഫുള്ളായിട്ട് എല്ലാം നിരത്തിയിട്ടുണ്ട്. ഹോം ഡെക്കോറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി വാങ്ങിയ 2 ഫ്ലവർ വേസും കൂടി ഇതാ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല വലിയ സൈസുള്ള 2 ഫ്ലവർ വേസാണ് കേട്ടോ. അതായത് മഡിലൊക്കെ ഉള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ ഡൈനിങ് ടേബിളിൽ ഡിസ്പ്ലേ കണ്ടിട്ട് ഞാനത് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ എടുത്തു കൊടുത്തതായിരുന്നു. ആ ഒരു യെല്ലോ കളർ ഫ്ലവർ വേസും പിന്നെ ആ ഗ്രീൻ കളർ ലീഫി കൈൻഡ് ഓഫ് ഐറ്റംസും. പിന്നെ ഒരെണ്ണം ഇതാണ്. ഇതും അവിടെ ഡിസ്പ്ലേയിൽ ഉണ്ടായ ഐറ്റമായിരുന്നു. അത് തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ വേസ്, ഈ താഴത്തെ പോർഷൻ ഒരു മഡ് കൈൻഡ് ഓഫ് ഐറ്റം കൊണ്ടുള്ള ഒരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. രണ്ടിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഒന്ന് 149, ഒന്ന് 179 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. പിന്നെ അതിലുള്ള ആ ലീഫി പാർട്ട് അല്ലെങ്കിൽ ഫ്ലവർ പാർട്ടില്ലേ, അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. സിംഗിളിന് 4 dirhams 6 dirhams ഒക്കെയാണ്. അതിൽ ഓരോ ഫ്ലവർ വേസിലും 6 or 8 pieces ആണ് വരുന്നത്. അതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ സാധനങ്ങളും ഞാൻ ഇതാ ടേബിളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാം എനിക്ക് വീഡിയോസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഒന്നുകൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. കിച്ചണിലേക്കും അതുപോലെ ഹോം ഡെക്കോറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുവിധം ഐറ്റംസ് എല്ലാം ഈ ഒരു ഓർഡറിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ വരുന്നത് കുക്കിംഗ് പോട്ട്സ് ഒരു 3-4 സെറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസും സംഭവങ്ങളെല്ലാം, സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, അതുപോലെ കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ട ഐറ്റംസ്, പിന്നെ കട്ട്ലറീസ്, പിന്നെ സ്പൂൺസ്, അങ്ങനെ ബാക്കി സ്പാച്ചുലാസ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം. പിന്നെ ഹോം ഡെക്കോർ, പിന്നെ വരുന്നത് നമ്മുടെ ഫ്ലോർ മാറ്റ്സ്, അതും ഉണ്ട്. പിന്നെ കംഫർട്ടേഴ്സ്. ഇനിയിപ്പം ബെഡ്ഷീറ്റ്സും വേറെ കുറച്ചും കൂടി ഇനി ഓർഡേഴ്സ് ഉണ്ട്. ഞാൻ അത് പിന്നെ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഓൺലൈനിൽ കളക്ട് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ അതെനിക്ക് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ അല്ലാതെ അങ്ങ് ഡിലേ ആവും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും ഇതിലേക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വരുന്ന ഏതെങ്കിലും വീഡിയോസിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, അവർ വാങ്ങിയ ഡിന്നർ സെറ്റ് കണ്ടില്ലേ, ഈ 2 ഡിന്നർ സെറ്റാണ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെ OMS എന്നും മറ്റൊരു ഗ്രാനൈറ്റ് സെറ്റ്, പിന്നെ ഇത് പാൻ ഹോംന്ന് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാനൊരു തവണ വീഡിയോ ചെയ്തൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ആ ഒരു പ്രോഡക്റ്റും അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾ കാണുന്നത്. അതുകൂടാതെ അവർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സെറ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡച്ച് ഓവൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡച്ച് ഓവൻ ഒന്നും എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ഇവിടെ വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ സ്റ്റീമറിൻ്റെ ഒരു ബീച്ച് കളർ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതുണ്ട്. പിന്നെ കംഫർട്ടേഴ്സ്, ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗോൾഡൻ ഹാൻഡിലുള്ള ബീച്ച് കളർ ഹോം സെൻറ്ററിൽ നിന്ന് കാണിച്ച ആ ഒരു സെറ്റ്. പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഈ ഒരു 3 ഷേപ്പിലുള്ളതാണ്, 3 എണ്ണമാണ് വാങ്ങിയിട്ടുണ്ടായത്. നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതിലൊരു നെറ്റ് പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വെള്ളം കെട്ടിക്കിടക്കും എന്നുള്ളൊരു പ്രശ്നവും വരുന്നില്ല. നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ ഇതിൻ്റെ 3 ഷേപ്പിലുള്ള 3 ഐറ്റംസ് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. വലിയൊരു ഫ്രിഡ്ജെല്ലാം ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസ് ഓക്കെയാണ്.
ഈ ഒരു പ്രോഡക്റ്റ് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാണ്. ഇതൊരു കൈൻഡ് ഓഫ് സ്ട്രെയിനറാണ്. നമുക്ക് അരി കഴുകാനും അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇങ്ങനത്തെയൊക്കെ കഴുകാൻ പാകത്തിനുള്ള ഒരു ഐറ്റമാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ അവർക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള വൈറ്റ് തീമിലുള്ള കുറച്ച് കിച്ചൺ ആക്സസറീസ് ആണ് കേട്ടോ. എല്ലാം പ്രസ്റ്റീജിൻ്റെ വൈറ്റ് കളറിലുള്ള ഐറ്റംസാണ് കളക്ട് ചെയ്ത് കൊടുത്തത്. അതും അവർ മുൻപ് ഇതൊക്കെ വീഡിയോസ് കണ്ടിട്ട് അതുപോലത്തെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഐറ്റംസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് കൊടുത്തത്. എല്ലാം ആ ഒരു വൈറ്റ് കളറിൽ തന്നെ കിട്ടിയതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പാകത്തിനുള്ളൊരു കട്ടിംഗ് ബോർഡാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് നോർമൽ യൂസിനുള്ള കട്ടിംഗ് ബോർഡും കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഹോം സെൻറ്ററിൽ നിന്നാണ്. ലേസി സൂസൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. പാർട്ടീഷനോടുകൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ട് പല വെറൈറ്റീസ് വരുന്നുണ്ട്. അത് ഫ്രിഡ്ജിലൊക്കെ വെക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് ക്യാബിനകത്ത് വെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. അതൊന്നും കൂടാതെ ഞാൻ കളക്ട് ചെയ്ത വേറെ എന്തൊക്കെയോ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാത്ത ഐറ്റംസ്. ഈ ഒരു കപ്പ് സെറ്റൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇതൊന്നും ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യുന്നില്ല. ഞാൻ അവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്തതാണ്. ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സെറ്റ് ഇതാണ്, അതുണ്ട്. പിന്നെ കുക്ക് വെയർ, ഇനിയിപ്പോൾ ഡച്ച് ഓവൻ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ സെപ്പറേറ്റ് വരേണ്ട ഐറ്റമാണ്. അതുപോലെ സ്റ്റീമറും ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്, കയ്യിലേക്ക് വന്നിട്ടില്ല. ഡീലർ സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലേക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അതുമില്ല. അങ്ങനെ ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടില്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ കളക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മേഖല. എനിക്കിങ്ങനെ ഓരോ തവണ ഇങ്ങനെ പോയി കളക്ട് ചെയ്യുമ്പോഴും എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. അതാണ് ഇതിനെക്കൊണ്ട് എനിക്ക് ഉള്ളൊരു വേറൊരു ബെനിഫിറ്റ്. ഈ എഫേർട്ട് എടുക്കുന്നതിന് നമുക്ക് അതിനനുസരിച്ചുള്ളൊരു പിന്നെ ഒരു ഏർണിങ്സ് എന്തായാലും ഉണ്ട്. അതിന് പുറമെ ഞാൻ കാണുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കും കുറേയധികം പഠിക്കാനുണ്ട് ഇതിൽ നിന്നൊക്കെ. അതും ഒരു പ്ലസ്സായിട്ട് ഞാൻ കാണുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ വീഡിയോൻ്റെ എൻഡിലായിട്ട് ഞാൻ ഗിവ് അവേ വിന്നറെ കൂടി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിന്നർ ആരാണെന്ന് പറയാൻ, ലാസ്റ്റത്തെ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചിൽ പോയ വീഡിയോ ആയിരുന്നു. അത്രമാത്രം എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ട് ആ ഒരു കമൻറ്റിന് എല്ലാവരും നല്ലപോലെ ലൈക്ക് കിട്ടിയൊരു കമൻറ്റായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് തന്നെ ഞാനിവിടെ ആ ഒരു കമൻറ്റ് ആരാണ് വിട്ടത് അവർ വിന്നറായിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ലൈക്ക് കിട്ടിയൊരു കമൻറ്റായിരുന്നു അത്. അപ്പോൾ അയാളെ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വീഡിയോസിലും ഇതുപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എല്ലാവരും.
ഫർസാന ജുബൈർ എന്ന് പറഞ്ഞ ഒരാൾ, അവരുടെ കമൻറ്റായിരുന്നു. ഞാനത് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന് അത്യാവശ്യം ലൈക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്ത് പിൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവരാണ് ഇത്തവണത്തെ എൻ്റെ ഗിവ് അവേ വിന്നർ. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നതാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വന്ന് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണേ. ഇതുപോലുള്ള റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ വന്ന് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസും അതിൻ്റെ എല്ലാം ലിങ്കും കൊടുക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ് പേജ് അതിൻ്റെ എല്ലാം ലിങ്ക് ഉണ്ട്. അതിലെല്ലാം പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.